ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നല്ലൊരു ഫുഡ് കസ്റ്റേർഡ് എങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ 1 ലിറ്റർ അളവിലാണ് കേട്ടോ പാലെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ആദ്യം ചൂടായി വരട്ടെ. പാൽ ചൂടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാലിൻ്റെ ആ ഒരു കട്ടിയെല്ലാം അടുക്കി പിടിക്കുക, നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ വലിയ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേണം കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി വരട്ടെ ആദ്യം. ഇപ്പോൾ നമ്മുടെ ഈ പാല് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പാൽ ചൂടായി തുടങ്ങുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് വാനില ഫ്ലേവറിൻ്റെ കസ്റ്റർഡ് പൗഡറാണ്. നമ്മുടെ ഈ വാനില ഫ്ലേവറിൻ്റെ കസ്റ്റർഡ് പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കിയേക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരല്പം പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് മാറ്റി നല്ലതുപോലെ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് ഒന്ന് കുറുകി വരും. ആ ഒരു സമയം വരെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരുപാട് കസ്റ്റർഡ് പൗഡർ കൂടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തിക്കായി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാകാനായിട്ട്. ഒരുപാട് കുറുകി പോകരുത്. ചൂടോടിരിക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് തണുത്ത് കഴിയുമ്പോഴായിരിക്കും നല്ലതുപോലെ ഒന്നുകൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ കൂടുതൽ കസ്റ്റർഡ് പൗഡർ ചേർക്കരുത്. എല്ലാ സമയത്തും ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഈ ഒരു തിക്നെസ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി. അപ്പോൾ ഞാനിപ്പോൾ 1 ലിറ്റർ അളവിന് പാലിന് 1/2 കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര എടുക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവായിട്ടോ നമുക്ക് ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് ഉരുകി വരുന്ന ആ ഒരു സമയം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. പഞ്ചസാരയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പാടേ മാറിപ്പോവും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് മാറട്ടെ, അതായത് റൂം ടെമ്പറേച്ചറിലാകണം. ഇത് നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത്. ഇതിങ്ങനെ ഇരുന്ന് തന്നെ നന്നായിട്ട് ആ ചൂട് കംപ്ലീറ്റ് ഒന്ന് പോകട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ കസ്റ്റേർഡ് മിക്സ് നല്ല രീതിക്ക് തന്നെ ഒന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയിട്ടുണ്ട്. ആ ചൂട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം മാത്രം നമുക്കിനി ഇതിലേക്ക് ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് അളവിൽ ഞാനിപ്പോൾ മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുവില്ലാത്ത മുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുരുവുള്ളതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സ് വേണം നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട്. അധികം പുളി ഇല്ലാത്തത് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് കൂടുതൽ അളവിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചമുന്തിരിയും എടുത്തിട്ടുണ്ട്. അതും ഒന്ന് 2ആയിട്ട് പകർന്ന് വെച്ചിരിക്കുന്നതാണ്. മുഴുവനെ ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ രുചികരമായിരിക്കും കേട്ടോ. അപ്പോൾ കുരുവില്ലാത്തത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, അതും ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴത്തിൽ ഒരു പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം അല്ലാതെ വേറെ പഴങ്ങളൊന്നും, അതായത് ചെറുപഴങ്ങളൊന്നും വേറെ ഒന്നും ചേർക്കരുത് കേട്ടോ. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് മാത്രം ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കിവിയും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ. എല്ലാം കൂടി ചേർക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. എങ്ങനെയും ഒരു 3 ഫ്രൂട്ട്സ് എങ്കിലും നമ്മളിതിലേക്ക് ചേർക്കണം. അത് 3 ഫ്രൂട്ട്സിൽ കുറയാൻ പാടില്ല കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് മാതളം കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ആപ്പിളും കൂടിയാണ്. അപ്പോൾ ഒരു ആപ്പിളും കൂടി ചേർക്കാം. ഇതുപോലെ നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു മധുരം, ആ ഫ്രൂട്ട്സിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റും നമ്മുടെ ഈ കസ്റ്റേർഡ് മിൽക്കിലും കൂടെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ഇതിങ്ങനെ കുടിക്കാനായിട്ടൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ഫുഡ് കസ്റ്റേർഡ് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.
എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.